ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഡ്രീം വേൾഡ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ സ്നോ സിറ്റി വാട്ടർ വേൾഡിലാണ് ഉള്ളത്. അത് സംഭവിച്ചിട്ടൊരു ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവത്തിനുള്ളിൽ ക്യാമറയൊക്കെ കയറ്റുമെന്ന് അറിയത്തില്ല, അതിന്റെ പുറത്താണ് ഉള്ളത്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് വണ്ടി പാർക്ക് ചെയ്ത് നോക്കട്ടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വലിയ പൈസയാണെന്ന് തോന്നുന്നു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കിയിട്ട് പറയാം അല്ലേ. അപ്പം ഇന്ന് നമ്മൾ നന്ദി ഹിൽസ് പോകേണ്ടിരുന്നതാണ്. അപ്പം കുഞ്ഞുണ്ണി രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് നമ്മൾ രാവിലെ പുറത്തേക്ക് പോകേണ്ടിരുന്നതാണ്. ഭയങ്കര ക്ഷീണം പിടിച്ചുകൊണ്ട് നമ്മൾ പോയില്ല. ഇന്നത്തേക്ക് നന്ദി ഹിൽസ് നാളെ രാവിലെ പോകാനുള്ള കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. നന്ദി ഹിൽസിൽ ഇവിടെ ഫുള്ള് ബ്രാൻഡഡ് വെഹിക്കിൾസ് ആട്ടോ. പോർഷെ, മിനി കൂപ്പർ, ഫുള്ള് വണ്ടി ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഇത് ഇവിടുത്തെ മുതലാളിമാരുടെ ആയിരിക്കും. സ്റ്റാഫ് വെഹിക്കിൾസ് ആണ്. ഇത്രയും വലിയ വണ്ടിയൊക്കെ ആൾക്കാർ വരും. എന്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തിട്ടില്ല, നമ്മൾ എവിടെയാ കയറേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഭയങ്കര ദാഹിക്കുന്നുണ്ട്, പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. സ്നോ സിറ്റി ബോംബെ കുൽഫി ഒക്കെ ഉണ്ടല്ലോ, ബോംബെ കുൽഫി ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മളെ ആ ഉദ്ദേശിച്ച സംഭവമൊക്കെ. എക്സ്ക്യൂസ് മീ, ഓഫ് കോഴ്സ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ വിശദ വിവരങ്ങൾ. വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ? മൊബൈൽ ക്യാമറ ലോക്ക്, ഹാൻഡ് ബാഗ്, ലഗേജ് ആർ നോട്ട് അലൗഡ് ഇൻ ദിസ് ഏരിയ. അപ്പൊ നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്നർത്ഥം. നമുക്ക് കോംബോ ഓഫർ ഉണ്ട്. കോംബോ ഓഫർ അത് സ്നോ സിറ്റി, മാഡ് ജാബ്സ്, അലൂഷൻ. ഇത് നമുക്ക് കോംബോ ഓഫറിന് മൂന്നും കൂടെ 1000 രൂപ per head, per head. Weekdays, this is the weekends. Okay. It's only this Snow City only 550 sir. 550 per head 550. അപ്പൊ നമുക്കിപ്പം വേണ്ട സ്നോ സിറ്റി ആണ്. ഇതിപ്പോ കിഡ്സിനുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇതിപ്പോ 3D എല്യൂഷൻസ് ആണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഉള്ളി സ്നോ സിറ്റിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ സ്നോ സിറ്റി ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. വി ഡോണ്ട് ഹാവ് ടു ഉള്ളി സ്നോ സിറ്റി. 45 minutes you can spend inside the snow. 45 minutes only 250. ഉള്ളി തണുപ്പായിരിക്കും നമുക്ക്. 550. Snow City 45 minutes. Okay. 45 minutes. Isकी time limit है. അല്ല, Snow City 45 minutes 550. അത്രയും മതി. ഫുൾ തണുപ്പായിരിക്കും അതിന്റെ ഉള്ളില്. 550 രൂപ. 550 രൂപ പെർ ഹെഡ്. പെർ ഹെഡിന് 4 person 550 45 minutes. ഓക്കെ. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ഓൺലി സ്നോ സിറ്റി മാത്രം. അത് 550 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. ഒരാൾക്ക് 550, പിന്നെ ഒരു ഫോണിന് 50 രൂപയും. അപ്പൊ ഒരാൾക്ക് 600 രൂപ വരും. നോ ബാഗ് കൂടെ വെച്ചാൽ പോരെ? മതിയോ? ബാഗ് കൊണ്ടുവന്നേനെന്താ ചേച്ചി? बैग एक्स्ट्रा चार्ज है ना? बैग एक्स्ट्रा चार्ज अंदर बैग तो अंदर अलाउड नहीं है. गाड़ी है तो गाड़ी में रख को आ सकते हैं, नहीं तो वैल्यूबल से बैग में. वैल्यूबल है तो लॉकर ले लीजिए. 50 रुपीज चार्जेबल रहेगा. വാല്യുബിൾ ആയ സാധനമാണ് ബാഗിലില്ലെങ്കിൽ 50 റുപ്പീസ് ചാർജ് ഉണ്ടെന്നാ പറയുന്നത്. ഓൺലി ഹെൽമെറ്റും. बैग एंड हेलमेट. हेलमेट को सेपरेट कबोर्ड है सर, कबोर्ड में रख सकते हैं. एक्स्ट्रा चार्ज है ना? हेलमेट को चार्जेस नहीं है, सेपरेट कबोर्ड है, कबोर्ड में रख को जा सकते हैं. കബോർഡ് എവിടെയാ ചേച്ചി? अंदर है. अंदर है ना? ओके. ഹെൽമെറ്റ് 2 phone, 2 tickets, 1 लॉकर. और दोनों के पास सॉक्स है ना? सॉक्स. वो जो सॉक्स. दैट मींस सॉक्स. सॉक्स. सॉक्स नो चाहिए. दोनों के पास है. നിനക്ക് വേണേ സോക്സ് വേണം. നീ വാങ്ങിക്കോ? വേണ്ട. നോ चाहिए.
ഈ തണുപ്പെല്ലാം ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കേക്കോ ജോസഫ്. അതായത് നമ്മളെ ബാഗ് കൊണ്ടുപോകാൻ 50 റുപ്യ വേണം ലോക്കറിൽ വെക്കാൻ. അതിനകത്തൊന്നുമില്ല, എന്നാലും നമ്മളെ ബാഗ് മിസ്സായി പോകണ്ടെന്ന് വെച്ചു. പിന്നെന്താന്ന് വെച്ചാല് ഹെൽമെറ്റ് വെക്കാൻ ചാർജ് ഒന്നുമില്ല, പക്ഷെ പ്രത്യേകം കബോർഡ് വെക്കണം. ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. അപ്പം 600 1200 രൂപ കേട്ടോ ഒരാൾക്ക്, 2 പേർക്കും കൂടെ 1250. 1250 എന്നോ ബാഗിന് 550 1200 1200 ബാഗിന് 50. ആ അപ്പൊ എല്ലാം കൂടെ ഒരു 2000 റുപ്യ ആവും കേട്ടോ. 2000 റുപ്യ ആവുമെങ്കിലും 45 മിനിറ്റേ ഉള്ളു കേട്ടോ. പുറത്തൊന്നും വലിയതായിട്ട് കാണാനൊന്നുമില്ല. വേണ്ട. ഓക്കെ, നമുക്ക് കയറാന്നല്ലേ? എങ്ങനെ കയറുക? 2:15 അപ്പൊ 2:15 കേട്ടോ കയറേണ്ടത്. ഫോൺ ചെരിഞ്ഞു പോയി. ഓക്കെ, അപ്പൊ നമുക്ക് കയറാൻ നോക്കുക കാണാം അല്ലേ? നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇനി വേണ്ടത് വെച്ചാൽ ബാഗും ഹെൽമെറ്റും വെക്കണം. അത് കഴിഞ്ഞിട്ട് 2:15 തുടങ്ങുക, ഷോ തുടങ്ങുക 2:15. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ ബോംബെ കുൽഫി കഴിക്കട്ടെ. ബോംബെ കുൽഫി 60 രൂപ ബോംബെ കുൽഫിക്ക്. അപ്പോൾ ടിക്കറ്റെല്ലാം കൂടെ 1250 രൂപയായി ടിക്കറ്റെല്ലാം കൂടി നമ്മൾ സോൺസിറ്റ് വാങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ ജസ്റ്റ് നോക്കുവാണ്, ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. ആ ഇതിന് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കാം. നമ്മളെ ലോക്കറിലെ സാധനം വെക്കുക കേട്ടോ. 57 ലോക്കറിലാണ് ബാഗിൽ സാധനമൊക്കെ ഒപ്പ് വെച്ചിട്ടുണ്ട്. 5 കീ എന്ന് വേണ്ടേ? ഈ പുറത്ത് നോക്കണം. ആടെ പുറത്തു നോക്കുകയാണെങ്കിൽ പിന്നെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മള് കേറി വരുമ്പോ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് സ്നോ സിറ്റിന്റെ എൻട്രിയിൽ വരുന്ന ഏട്ട കാണുന്നില്ല. അത് നമ്മളെ ആ ലോക്കറിന്റെ കീ ഇടാൻ വേണ്ടിട്ട് പോയതാ. ഈ സാധനം എന്താ വെച്ചാല് ഇതിലോട്ട് ഓടിക്കുന്ന സാധനം തോന്നുന്നു കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. മലയാളത്തിലാണ്, വേറൊരു ഭാഷ അറിയില്ല. എന്ത് പറയാ, നമ്മള് മലയാളത്തിൽ കേട്ടോ അല്ലെ. ഇങ്ങനെ പോണം. ഇപ്പൊ നമ്മള് പോവല്ലേ? ഫാസ്റ്റ് ഫുഡ് ചാർട്സ് തണുപ്പൊന്നും വേണ്ട. ഇത് നമ്മളെ സ്വന്തം പോപ്കോൺ, ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടർ. ₹30 കേട്ടോ ഒരു കുപ്പി വെള്ളത്തിന്. എന്റെ ഗൈസ്, ഈ ഒരു കുപ്പി വെള്ളത്തിന് ₹30 കേട്ടോ. 1 ലിറ്ററിന്റെ ആണെന്ന് തോന്നുന്നു. I can hear. मेरे को अल्लाह बस लेकिन वाटर वाटर बस എന്തൊക്കെയോ ആംഗ്യം കാണിച്ച് മനസ്സിലാക്കി പോയി. ഞാന് എന്താ കാര്യം പറഞ്ഞത്? അതിന് ചാട്ട് കണ്ടോ? സമൂസക്ക് മാത്രം ₹30 ബാക്കി എല്ലാത്തിനാ കച്ചോരി അതൊന്ന് സ്ഥലം. പാനിപ്പൂരി ഉണ്ട് ₹50 കേട്ടോ. ഇതാണ് ഇതിന്റെ ചാട്ട്. ഏട്ടാ മതി ഇതാട്ടോ സംഭവം. കാണാനൊക്കെ മാറണ ലുക്കാ, പക്ഷെ വരണ പൈസ എല്ലാത്തിനും.
പാനിപ്പൊരി പോവാട്ടോ കയറാന്. എന്താ എന്റെ ബമ്മാച്ചി, ഞാൻ പോകുമ്പോ ഇങ്ങ് എടുക്കും. 2 ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ. टिकट पानी का बॉटल अंदर अलाउड नहीं है, यहाँ रख दीजिए, जाते समय ले लीजिए, हाँ पी लीजिए. വെള്ളം ഇതുപോലെ ആട്ടോ അതിനുള്ള കയറുക. വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവരെന്തൊക്കെയോ പറയുന്നത്. വെൽക്കം ഫോട്ടോ. നമ്മള് വെൽക്കം ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓക്കെ, ഫോട്ടോസ് ഒക്കെ എടുത്തു. വെൽക്കം ഫോട്ടോസ് ഒക്കെ എനിക്കിനി ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഷൂ ഇടാൻ വേണ്ടി അവർ സോക്സ് വെച്ചാൽ, നിനക്ക് സോക്സ് വേണമെന്നല്ല പറഞ്ഞത്. എങ്ങനെ നമുക്ക് ജാക്കറ്റ് കിട്ടും. ഓക്കെ ഓക്കെ. ചെരുപ്പ്, അതായത് ചെരുപ്പ് ഊരാൻ വേണ്ടിട്ടാണ് അവർക്ക് തന്നത്. ഞാൻ ഊരാം. അയ്യോ, ഈ സെൽഫി സ്റ്റിക്ക് ശരിയാവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് താഴെ പോകുന്നു. कितना अंदर में कितना सेल्सियस डिग्री होल्ड? -5 ഡിഗ്രി തണുപ്പുണ്ടെന്നാട്ടോ പറഞ്ഞേ. കീപ്പ് മൈ സ്റ്റൈൽ. അതെ, പേഴ്സിനകത്ത് വെച്ചോ. അപ്പൊ നമ്മൾ ആ സാധനം പേഴ്സിനകത്ത് വെച്ച് ഞാൻ ഷോക്സ് ഇട്ടില്ല കേട്ടോ. അവര് 2 minutes വെയിറ്റ്. ഓക്കെ, 2 minutes വെയിറ്റ് ചെയ്യാനാ പറഞ്ഞ കേട്ടോ. നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ട് ജാക്കറ്റ്. ഇത് പിടി, ഞാനിടട്ടെ. ഇത് -5 ഡിഗ്രി തണുപ്പാട്ടോ അല്ലേ? ഈ സെൽഫി സ്റ്റിക്കിന്റെ ഈ സാധനം ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ഇങ്ങനെ താഴെ വീണോണ്ടിരിക്കും. തരും. കുഞ്ചൂസ് നോക്കിക്കേ, കിട്ടില്ല സെറ്റപ്പ് ആട്ടോ അവിടെ. ഇനി ഇവിടുത്തെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലൗസും കാര്യങ്ങളൊക്കെ തരും. ഫ്രണ്ട്സ്, നമ്മള് ഹിമാലയത്തിൽ വന്ന പോലെ ഫീലാണ് ഗായ്സ്. കുപ്പായത്തിന് ഉള്ളിൽ ക്ലാസ്സില് കുപ്പായത്തിനുള്ളിടാൻ പറഞ്ഞില്ല ഞാനത്. ഇനി ഫുള്ള് ഇവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളാണ് ഗായ്സ്. പറയണ്ട ഗായ്സ്.
അല്ലെ ശരിയാവില്ല. സെൽഫി എടുക്കും. ഹിമാലയത്തിലൊക്കെ പോകാൻ പറ്റാത്തവർക്കൊക്കെ ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ സ്നോ സിറ്റി എന്ന് പറഞ്ഞണം. വൈബ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൈബ്. പിന്നെ -5 ഡിഗ്രിയാണ്. -5 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ് തുറന്നത്. ഇവിടെ നമുക്ക് കളിക്കാം. 45 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരുപാട് സ്ഥലം കൊണ്ട് സ്പെൻഡ് ചെയ്യണ്ടേ. ഫോട്ടോ എടുക്കാൻ എന്തെല്ലോ കളിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി പെട്ടെന്ന് വാ, വീഡിയോ എടുക്കട്ടെ. ഞാൻ അവിടെ പോവാ. നീ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാലോ എന്റെ മോനെ. നമുക്ക് മണാലിയിലൊന്നും പോണ്ട ഒരു കാര്യമില്ല. ഹായ്, മണാലിയിലൊന്നും പോണ്ട ഒരു കാര്യമില്ല ഗൈസ്. നോക്കിക്കേ കാണുമ്പോ പൊള്ളി പൊള്ളിയാണ് ഗൈസ്. അടപ്പോയി കേട്ടാ, അടപ്പോയിക്ക് കുറച്ചുകൂടി സൈഡായിട്ട്. കയ്യിൽ ഒറയിട്ടിട്ട് ഞെക്കാൻ പോലും പറ്റുന്നില്ല. കോപ്പിറൈറ്റ് വരുമെന്ന് അറിയത്തില്ല. അതിന്റെ ബേക്കിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അത് കോപ്പിറൈറ്റ് വരുമെന്ന് അറിയത്തില്ല. അല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റും കോപ്പിറൈറ്റ് വന്നു. അയ്യോ ഭയങ്കര -5 ഡിഗ്രി ആണ്. ചുണ്ടെല്ലാം ടൈറ്റ് ആകുന്നു. ഞാൻ മടുത്തു. നമ്മൾ കുറച്ച് നേരം പ്ലേ ചെയ്യട്ടെ. പ്ലേ ഗൈസ്, ഏട്ടനിട്ട് ആ സാധനം എടുത്ത് മുകളിലേക്ക് പോയിട്ട് താഴേക്കൂര കാണുന്നുണ്ടോ?
ഗൈസ് എത്തിപ്പോയി അതാ കാണുന്നില്ല ഇതാ അടുത്തന്റെ ടീച്ചറാ. അയ്യോ അടിയോളെ. അയ്യോ ഞാനില്ല അയ്യോ വേണേ എടുക്കുന്നുണ്ട് വേണ്ടതെന്ന് അറിയൂ. പൊളിയല്ലേ അനക്ക് പല്ല് വെക്കുന്നത്. എന്റെ കാലെല്ലാം മരവിച്ച് ഗൈസ്, നാവും മരവിക്കാൻ പോവുകയാണ്. ഏട്ടാ ഭയങ്കര തണുപ്പാണ്. ചോദിച്ചോക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാലോ. ഈ ഫോട്ടോ പിടിയില്ല ഗൈസ്, ഇതെല്ലാം ഫുൾ മഞ്ഞ കേട്ടതാ, ഫുൾ മഞ്ഞ്. ഇവിടെ പെരങ്ങുന്ന കട്ടിക്കഴിഞ്ഞ് മരിക്കുന്ന കൈസ് അടിക്കഴിഞ്ഞ് മരിക്കുന്ന. അവിടെ എന്റെ വീട്ടിൽ തുള്ളി വീണൊക്കെ ഇന്റെ അപ്പാ. അതിവിദഗ്ധമായി ചെക്ക് മല കയറാൻ പോവുകയാണ്. ചോട്ടാ ഭീം നമ്മള് ചോട്ടാ ഭീം സുന്ദര. വയലൊക്കെ വയലൊക്കെ മഞ്ഞ. മാലിത് കാണുന്നില്ല മഞ്ഞായിട്ട്. അയ്യോ ഇത് ഫുൾ ഫ്രീസ് ആയിന്. ഹായ് ഇതുണ്ടോ മല കയറുന്ന കേറുവോ? ഇത് വല്ല നടക്കോ? ഇതൊന്നല്ലടാ, ഇത് എനിക്കൊറ്റ പണിയല്ലടാ ഏട്ടാ. ഇവിടെ എനിക്ക് ജലദോഷം വന്നു ഗൈസ്. ആര്യവൻ മണ്ണ് നോക്കിപ്പോയിരുന്നു. നമ്മൾ അങ്ങനെ ഹിമാലയത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, ഒരു അത്ഭുത സാധനം കാണിച്ചു തരാം. ഇതുണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്ന കേട്ടോ ഈ ഗുഹേനുള്ളിന്ന്. വാവ് അടിപൊളി. ഇത് ശരിക്കും ഇതാ ഇങ്ങനൊരു സാധനം കേട്ടോ, ഇങ്ങനൊരു സാധനം, ഇതാണ് സാധനം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ അറിയുമ്പോ ഫോട്ടോഷൂട്ട്. ഏട്ടോ എന്റെ കാല് മരവിക്കുന്നു, നാക്ക് വേദന എടുക്കുന്നു. അടി നോപ്പാക്ക്. ചേട്ടൻ ഏതോ ആൾക്ക് ഫോട്ടോ എടുത്ത് തുറക്കുന്നു. ഒരു ചോദിച്ചൊരു ഫോട്ടോ എടുത്ത് തരുമോ? ഇനിയായിട്ട് അതിവിദഗ്ധമായി എന്താ ഗൈസ് മഞ്ഞ്
പൊട്ടി പോകും. ഒന്നും കാണുന്നില്ല, മഞ്ഞ് മഞ്ഞ്. പറ്റുന്നില്ല എന്റെ കൈ മരവിച്ചു പോയി. തള്ളവളില്ലാത്തത് മരവിച്ചു എന്റെ കയ്യും കാലെല്ലാം മരവിച്ച് സമയത്ത് പുറത്തിറങ്ങണയാ. കാർ കുറച്ച് ഓഫ് ചെയ്യാം. മഞ്ഞ് വീഴുന്നുണ്ട്, ഫോണിൽ വെള്ളം അയക്കാൻ നിലം വെച്ചിട്ട്. ബാക്കി നമ്മള് പറയുന്നുണ്ടായി നോക്കിയിട്ട്. ഓക്കെ കുഞ്ഞുസേ.
ഉള്ളിൽ കുറെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും നമുക്ക് പാട്ടിന് പറ്റില്ല. അപ്പം പകരം വേണമെങ്കിൽ പാട്ടൊക്കെ കയറ്റും. കോപ്പറേറ്റ് വരുന്നുണ്ട്. തുള്ളലേ നമ്മൾ കാണിച്ചു തരുന്നത് നാട്ടെണ്ണം കുഴയും. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഗായ്സ്. അവൾ ആദ്യം ഇവിടെ എല്ലാം നമ്മളെ കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടണം. നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോസിന് വെച്ചാൽ പെർ ഫോട്ടോസിന് 250 ആണ് അവർ പറയുന്നത്. അപ്പൊ ഏട്ടൻ്റെ ആ ഫോട്ടോസ് അവിടെ വന്നിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല, അവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്, നമ്മൾ കേൾക്കുമെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഫോട്ടോസ് അവർ കാണിച്ചു തരുന്നു, നോക്കിട്ട്. അപ്പൊ ഏട്ടന് ഇത് നമ്മളെ ഫോട്ടോസ് ആകുന്നു നോക്കുന്നത്. ഏട്ടാ വിസി ഫോട്ടോസ് ഇതൊന്നും നമ്മളെ ഫോട്ടോസ് അല്ല. സെലക്ട് ചെയ്ത് നോക്കട്ടെ. അവിടെ വലിയ പൈസ ആണ്. ഇത് ജസ്റ്റ് നെക്സ്റ്റ് ഇതാട്ടെ നമ്മളെ ഫോട്ടോ. നെക്സ്റ്റ് 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 റിലീസ്. ഇത് നമ്മളെടുത്ത ഫോട്ടോസ് ഒക്കെ ഇതല്ല കാണുന്നില്ല. ഫുള്ള് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. ആ സ്പോട്ടിലെടുത്ത ഫോട്ടോസ് സ്പോട്ടിൽ നമുക്ക് തരും. എങ്ങനെ വേണമെങ്കിൽ ആക്കി തരും കേട്ടോ. അതാ ഇങ്ങനെയൊക്കെ ആക്കി തരും ഇവര്. എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയല്ലോ ഒന്ന് ക്ലീക്കാൻ പറ്റില്ല. പൈസയാണ് എന്നായ പൈസയാണ്. PDF नहीं है. വീഡിയോസ് അവർക്ക് വീഡിയോ അലൗഡ് അല്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ ഫോട്ടോയ്ക്കൊക്കെ ഭയങ്കര പൈസ. 50 ഫോട്ടോയ്ക്ക് 950 രൂപയൊക്കെ വരും പറയുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ അത്യാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്തല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി അടുത്ത് നമുക്കിനി പോകേണ്ടത് വെച്ചാൽ തീരുമാനിച്ചിട്ടില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെയും കൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ബാംഗ്ലൂർ വിടാനുള്ള തീരുമാനത്തിലാണ്. നാളെയും കൊണ്ട് അറിയില്ല. നാളെ രാവിലെ നന്ദി ഹിൽസിൽ പോയി കഴിഞ്ഞിട്ട് നന്ദി ഹിൽസിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല മഞ്ജുസേ, അപ്പം നമ്മളിവിടുന്ന് ഇനി പടിയിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ആശ്വാസം. അല്ല മഞ്ജുസേ, നേരെ ഇനി നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് പോകണം. ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം, ബൈക്ക് എടുത്തിട്ട് വേണം നമുക്കിനി പുറത്തിറങ്ങിയിട്ട് എങ്ങോട്ടാ തീരുമാനം. അത് അടിപൊളി സംഭവമായിട്ട് എല്ലാവരും സ്നോ സിറ്റിയിൽ വരുവാണെങ്കിൽ നല്ല രസമാണ്. പക്ഷേ 45 മിനിറ്റ് നമുക്കൊരു -5 ഡിഗ്രി. പക്ഷേ ഇല്ലേ നമുക്ക് 45 മിനിറ്റ് ഒന്നും നിൽക്കാനാവില്ല. കടുന്നല വെള്ളം വന്നേ. നമ്മളെന്ന് വെച്ചിട്ട് നമ്മളിപ്പോ ഹിമാലയ കുളുമലയിലൊക്കെ പോകുന്ന ആ ഒരു വൈബ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആ ഒരു രസം ഉണ്ടാവും. കുറച്ച് ടീമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ത്രില്ല് കിട്ടും. നമ്മളതിനെ ബ്ലോഗ് എടുക്കുന്നത് നമുക്ക് പിന്നെ അത് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വീഡിയോ കൂടെ നോക്കണം, മൊബൈൽ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മൊബൈലിന് സ്വിച്ച് പോലും ഞെക്കാൻ പറ്റാത്ത അവസ്ഥ. ഗ്ലൗസിലിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിന്നെ ഗ്ലൗസ് ഊരിയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടും. ഇപ്പം ഞാൻ എനിക്ക് ഫുള്ള് തണുപ്പായിരുന്നു. പക്ഷേ കൈയെല്ലാം മരച്ചു പോയി. പിന്നെ ഞാൻ ഓഫാക്കാന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഷോക്സ് ഇട്ടിട്ടില്ല. അപ്പൊ ഇവര് ചോദിച്ച ഷോക്സ് വേണം. അപ്പൊ അതിന് അഡീഷണൽ പൈസ വന്നോണ്ട് നമ്മൾ പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ ഷൂ അവര് തരുന്നു പറഞ്ഞു. ഷൂവും മരവിച്ച അതെ കാലും മരവിച്ച ഒന്നും വല്ലാത്ത സോക്സ് ഇട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. കുഞ്ചൂസിന്റെ അവസ്ഥ അവനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങള്
അതുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വെച്ചത്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായി. കുഞ്ഞുണ്ണീനെ പാനിപ്പൂരി പുറത്ത് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ അറിയത്തില്ല. ആ കുഞ്ഞുണ്ണിക്ക് എവിടെ പാനിപ്പൂരി കണ്ടാലും തിന്നണമെന്നാണ്. അതെ മറ്റേ സാധനാടി, മറ്റേ സാധന നമ്മൾ അന്ന് നിന്നല്ല, നമ്മളന്ന് ഫ്ലവർ ഷോയ്ക്ക് നിന്നില്ലേ ആ സാധന. അതന്നെയാണ് പാനിപ്പൂരി. അതല്ല വേണ്ട, പാനിപ്പൂരി നീ എന്നെ കണ്ടിട്ടുള്ള കുഞ്ഞുണ്ണി ഒരു രസമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കുഞ്ഞുണ്ണിക്ക് അത് തിന്നണം ഭയങ്കര ആഗ്രഹം. അതൊരു ബോളിനകത്ത് അവരിങ്ങനെ അവരുടെ മസാല വെച്ചിട്ട് ഇങ്ങനെ സാധനം തിന്നതാണ്. നല്ല നാട്ടുമാങ്ങയുടെ മണം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്നോ സിറ്റിന്റെ ഒരു ആംബിയൻസിൽ നമ്മൾ ഇതിപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. ഓക്കെ, നാളെ വെയിറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറയൂ എല്ലാം നീ പറഞ്ഞില്ലേ. പറയൂ. നമ്മള് കറുത്തു പോയി ഗൈസ്. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ.